ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്ക് വളരെ അടുത്ത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 200 മീറ്റർ മാത്രം അകലെയായി 4 സെൻറ്റ് സ്ഥലവും 1700 സ്ക്വയർ ഫീറ്റുള്ള 55 ലക്ഷം രൂപ നെഗോഷ്യബിൾ പ്രൈസിൽ ചോദിക്കുന്ന ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് റോഡിൻ്റെ വിഡ്ത്തും ലെങ്ത്തും ഒക്കെ നോക്കാം. 4 മീറ്റർ ആയിട്ടുള്ള ഇൻറ്റേർണൽ റോഡാണ് ഈ വില്ലക്കായിട്ട് നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്നത്. കൂടാതെ അതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഇൻ്റർലോക്ക് കട്ടകളാണ്. നമ്മൾ ഗേറ്റ് വരുന്നത് ഫോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലും ഒക്കെ തുറക്കാവുന്ന രീതിയിൽ സ്ക്വയർ ട്യൂബിലാണ് ഗേറ്റ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ 2-3 വാഹനം ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് കാർ പോർച്ചിനുള്ള പ്രൊവിഷൻ ഇവിടെ നൽകിയിരിക്കുന്നത്. കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ച് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അത് വലിയൊരു വാഹനം നിൽക്കാവുന്ന രീതിയിലാണ് കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ച്. കൂടാതെ നമുക്ക് 2 വണ്ടി ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് കാർ പോർച്ച് എന്നുള്ള പ്രൊവിഷൻ നമുക്കിവിടെ നൽകിയിരിക്കുന്നത്. ഇൻ്റർലോക്ക് കട്ടകളാണ് നമുക്ക് കാർ പോർച്ചിൻ്റെ പ്രൊവിഷനിലായിട്ട് വരുന്നത്. നമുക്ക് സിറ്റ് ഔട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. സിറ്റ് ഔട്ട് വരുന്നൊരു മീഡിയം വലുപ്പത്തിലുള്ള സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. കൂടാതെ ഫ്രണ്ട് ഡോറായിട്ട് വരുന്നത് ഒറ്റപ്പാളിൽ തിരുന്ന അത്യാവശ്യം നല്ല ഡിസൈനോട് കൂടിയ ഫ്രണ്ട് ഡോറാണ് ഇവിടെ വരുന്നത്. ഇനി വീടിൻ്റെ അകത്തുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാം. വീട് വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും ഒറ്റ ഹാൾ എന്നുള്ള രീതിയിലാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് കം ലിവിങ് സ്പേസാണ് നമുക്ക് വരുന്നത്. ചെറിയൊരു കബോർഡ് വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതുകൂടാതെ നമുക്ക് ഈ സൈഡിൽ നല്ല രീതിയിലുള്ള വാഷ് ബേസിൻ കൗണ്ടർ വരുന്നുണ്ട്. ഇൻവേർട്ടറൊക്കെ വെക്കാനുള്ള പോർഷനും നമുക്കിവിടെ വരുന്നുണ്ട്. വാഷ് ബേസിൻ്റെ അടിയിൽ നല്ല സ്റ്റോറേജ് സ്പേസും നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് നല്ലൊരു കിച്ചണിലേക്കാണ്. കിച്ചൺ ഓപ്പൺ കൺസെപ്റ്റിലല്ല, മറ്റേ ക്ലോസ്ഡ് കൺസെപ്റ്റിലാണ് വരുന്നത്. നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളൊക്കെ കിച്ചണിലും മുകളിലും താഴെയായിട്ടൊക്കെ നൽകിയിട്ടുണ്ട്. കൂടാതെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആവുന്നതേ ഉള്ളൂ. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. താഴെ 2 ബെഡ്റൂമാണ് ഈ വീടിനായിട്ട് വരുന്നത്. എങ്കിൽ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നല്ല ടൈലുകളൊക്കെ അത്യാവശ്യം നല്ല ഡിസൈനിലുള്ള ടൈലുകളാണ് വരുന്നത്. നമുക്ക് നല്ല രീതിയിലുള്ള ഫാൾസിലും വർക്കുകളും ഈ ബെഡ്റൂമിനായിട്ട് നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. അത് അത്യാവശ്യം നല്ല ഡിസൈനിലുള്ള ടൈലുകളൊക്കെ നൽകിയിട്ടുണ്ട്. നമുക്കൊരു വാഷ് ബേസിനും ഈ സൈഡിലായിട്ട് വരുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് താഴത്തെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നല്ല രീതിയിലുള്ള ഫാൾസിലും വർക്കുകളും ഈ ബെഡ്റൂമിനായിട്ട് നമുക്ക് വരുന്നുണ്ട്. ഈ ബെഡ്റൂമും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. മീഡിയം വലുപ്പത്തിലുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്കൊരു വാഷ് ബേസിനും ഈ സൈഡിലായിട്ട് വരുന്നുണ്ട്. ഇനി മുകളിലെ വിശേഷങ്ങളൊക്കെ നോക്കാം. മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ നമുക്ക് ഡൈനിങ് കം ലിവിങ് സ്പേസിലാണ് നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ടൈലുകളാണ്. കൂടാതെ ഹാൻഡ് റെയിൽസൊക്കെ വരുന്ന SS സ്റ്റീലാണ് ഹാൻഡ് റെയിൽസിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നല്ലൊരു വെളിച്ചം കിട്ടുന്നതിനുള്ള പർഗോള സംവിധാനവും നമുക്ക് ഈ സ്റ്റെപ്പിൻ്റെ സൈഡിലായിട്ട് വരുന്നുണ്ട്. നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലെത്തുമ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്ക് വരുന്നത്. അവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ല മുകളിലെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. ഒരു ബെഡ്റൂം മുകളിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. ഈ വീടിനായിട്ട് മൊത്തം വരുന്നത് 4 ബെഡ്റൂമാണ്. അത്യാവശ്യം നല്ല ടൈലുകളൊക്കെയാണ് ബെഡ്റൂമിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഫാൾസിലും വർക്കുകളും ഈ ബെഡ്റൂമിനായിട്ട് വരുന്നുണ്ട്. ഈ ബെഡ്റൂം നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ബാത്റൂം ഒരു മീഡിയം വലുപ്പത്തിലുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ ഒരു വാഷ് ബേസിനും നമുക്ക് സൈഡിലായിട്ട് വരുന്നുണ്ട്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിൽ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ്. ബെഡ്റൂം 4 വരുന്നത്. 4 അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കണ്ടാൽ തന്നെ അറിയാം. കൂടാതെ നമുക്ക് മുകളിൽ നല്ല ഫാൾസിലും വർക്കുകളൊക്കെ ഈ ബെഡ്റൂമിനായിട്ടും വരുന്നുണ്ട്. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ടൈലുകളൊക്കെ അത്യാവശ്യം നല്ല ഡീസലുള്ള ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. ഒരു വാഷ് ബേസിനും നമുക്ക് ഈ സൈഡിലായിട്ട് വരുന്നുണ്ട്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്ന നല്ലൊരു യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയാണ്. നല്ലൊരു യൂട്ടിലിറ്റി സ്പേസാണ് നമുക്ക് വരുന്നത്. വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള പ്രൊവിഷൻ നമുക്ക് ഇവിടെയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. യൂട്ടിലിറ്റി സ്പേസ് നമുക്ക് ഷീറ്റൊക്കെ ഇട്ട് കവേർഡ് ചെയ്തിട്ടുണ്ട്. മുകളിലേക്കുള്ള സ്റ്റെപ്പുകളും നമുക്ക് യൂട്ടിലിറ്റി സ്പേസിൽ നിന്നാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണിക്കായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന SS സ്റ്റീലും ടഫ്ലോം ഗ്ലാസുകളൊക്കെയാണ്. കൂടാതെ നമുക്കൊരു ഓപ്പൺ ടെറസും ഇതിനോട് അനുബന്ധിച്ചായിട്ട് വരുന്നുണ്ട്. അതും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിലാണ് നൽകിയിരിക്കുന്നത്.
പുക്കാട്ടുപടിക്ക് വളരെ അടുത്ത്. പുക്കാട്ടുപടി പെരുമ്പാവൂർ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 300 മീറ്റർ മാത്രം അകലെയായി 4 സെൻറ്റ് സ്ഥലവും 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ബാത്റൂം 1700 സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 55 ലക്ഷം രൂപയാണ്. വില നമുക്ക് തികച്ചും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്.